ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുന്നു. ആ ഷോട്ട് എവിടെ ക്യാമറ വെച്ച് എടുക്കണമെന്നാ ചോദിച്ചു. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നമ്മൾ എന്തിനാണ് ചിരിച്ചത്? ഞാൻ ആദ്യമായി ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്ന സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, കുറച്ച് പേര് എല്ലാവരും കൂടി ചേർന്ന് അങ്കമാലിയിൽ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അന്ന് എല്ലാവരും എൻ്റെ പരിചയമുള്ള ആൾക്കാരാണ്, സുഹൃത്തുക്കളും ബന്ധുക്കളും ആണ്. ഞങ്ങളെല്ലാവരും കൂടി ആദ്യത്തെ ലൊക്കേഷനിൽ പോയി നിൽക്കുകയാണ്. ആർക്കും കഥ അറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്. അത് വെച്ച് ഞാൻ കഥ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും എന്നോട് ചുറ്റും കൂടി നിൽക്കുന്നു. ഞാൻ സ്ക്രിപ്റ്റ് എടുത്തു, സ്ക്രിപ്റ്റ് വായിക്കാനായി ശ്രമിക്കുന്നു. പക്ഷേ എനിക്ക് പേപ്പറിൽ കാണുന്നത് മൊത്തം കുറേ കറുത്ത കുത്തുകളാണ്. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചു എന്താണ് ശ്രീനിവാസ സാർ ആ സീനിൽ കാണിച്ചത് എന്ന് ഞാൻ ശരിക്കും അനുഭവിച്ചു. നിങ്ങളും അനുഭവിക്കും. ഞാൻ അന്ന് കാട്ടിയ മണ്ടത്തരങ്ങളിൽ നിന്ന് നിങ്ങൾക്കെങ്കിലും കുറച്ച് ഉപയോഗം ഉണ്ടാവട്ടെ. അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഹായ്, ഞാൻ ആഷിഖ് സതീഷ്. സിനിമ സംവിധാനം ഒരു കലയാണ്. ഒരു കലയല്ല, 36 കലയാണ് എന്നാണ് സുഭാഷ് ഘായ് ഒരിക്കൽ ഗോവ ഫിലിം ഫെസ്റ്റിവൽ വെച്ച് പറഞ്ഞത്. 34, 35, 36 ഏതാണ് ഈ 35, 36 കലകളെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇക്കാലത്ത് പലരും സ്വന്തം ഫോണും എടുത്തിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ വേറെ ആരെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത്രയും കലകൾ പഠിച്ചിട്ട് നിങ്ങൾ എപ്പോൾ സിനിമ ചെയ്യും? ബേസിക്കായി സിനിമ നിങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് വേണ്ടുന്ന ഘടകങ്ങൾ ഈ 4 എണ്ണമാണ്. 1, സ്ക്രിപ്റ്റ്. ആൾക്കാരുടെ ഇൻട്രസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചു നിർത്തി കൊണ്ടുപോകുന്ന, ആൾക്കാരെ മുൾമുനയിൽ നിർത്തി കൊണ്ടുപോകുന്ന ഒരു സ്ക്രിപ്റ്റ്. സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ്റെ കയ്യിൽ നിന്ന് രാമന് സീതയെ തിരിച്ചു കിട്ടുമോ? ആൻറ്റിസിപ്പേഷൻ മിങ്കിൾഡ് വിത്ത് അൺസർട്ടനിറ്റി. അതായത് ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ ശരിക്കും അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? രാമനും ആകെ ലക്ഷ്മണനും മാത്രമേ ഉള്ളൂ. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന എതിരാളിയായ രാവണൻ്റെ കയ്യിൽ ഒരു രാജ്യം മൊത്തമുണ്ട്. ഭടന്മാരും 10 തല രാവണനാണ്. അത്രയും വലിയൊരു എതിരാളിക്ക് നേരെ ഈ 2 പേർക്ക് പോയി മുട്ടി നിൽക്കാൻ പറ്റുമോ? ആ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് രാമൻ സീതയെ രാവണൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിലും കഥ തീരുന്നത് വരെ നമുക്കതിനൊരു ഉത്തരം കിട്ടില്ല. അതാണ് ആൻറ്റിസിപ്പേഷൻ മിങ്കിൾഡ് വിത്ത് അൺസർട്ടനിറ്റി. ഓഡിയൻസിൻ്റെ അറ്റൻഷൻ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചു നിർത്തുന്ന എല്ലാ നല്ല കഥകൾക്കും ഇങ്ങനെ ഒരു എലമെൻറ്റ് തീർച്ചയായും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ഒരു ബുക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായി സിനിമ സംവിധാനം ചെയ്യാൻ നേരം നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് കാസ്റ്റിംഗ്. ഒരു ഡയറക്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത് സെറ്റിൽ പോയി കസേരയിലിരുന്ന് എന്ന് വിളിക്കുക എന്നതല്ല. ഒരു ഡയറക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ജോലികളിൽ ഒന്നാണ് കാസ്റ്റിംഗ്. മോശം അഭിനയം എന്ന് പറയുന്നത് വളരെ എളുപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. അതിനാൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന കഥയ്ക്ക് മാച്ച് ചെയ്യുന്ന, അനുയോജ്യമായ, അഭിനയിക്കാൻ അറിയാവുന്ന അഭിനേതാവ്. ഷോർട്ട് ഫിലിം എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന വീഡിയോയിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞിരുന്നു. നാടകത്തിലെ അഭിനയം ഒരു സ്കാൽപ്പൽ കൊണ്ടുള്ള ഒരു സർജറി പോലെയാണ് എന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നത് ഒരു ലേസർ കൊണ്ടുള്ള സർജറി പോലെയാണെന്ന് ഹോളിവുഡിലെ ആക്ടറായ മൈക്കിൾ കെയ്ൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ക്യാമറയുടെ മുമ്പിൽ ജീവിക്കുക, അത് ക്യാമറയുടെ മുമ്പിൽ പല പ്രാവശ്യം നിന്ന് മാത്രമേ ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമതായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ വിഷൻ മനസ്സിലാക്കുന്ന, നിങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ സിങ്ക് ഉള്ള ഒരു ക്രൂ ആണ്. ആ ക്രൂവിൽ വളരെ അത്യാവശ്യമായി വേണ്ടുന്നത് ഒരു ക്യാമറാമാൻ, ഒരു സൗണ്ട് ടെക്നീഷ്യൻ, ഒരു എഡിറ്റർ. ഇവർ 3 പേരുടെ ത്രൂ ആണ് നിങ്ങളുടെ കഥ ഒരു പ്രേക്ഷകൻ കാണാൻ പോകും. ഇവരുമായി നിങ്ങൾ എത്രത്തോളം സിങ്ക് ഇരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വിഷൻ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റും. തെങ്ങിൽ കയറാവോ എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമുകളിൽ ഒരെണ്ണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാമറയും സൗണ്ടും സംവിധാനവും എല്ലാം ഞാൻ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. പലപ്പോഴും നിങ്ങളുടെ സിനിമാ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പല പണികളും നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അത് ഇൻഫാക്റ്റ് ഒരു നല്ല കാര്യമാണ്. കാരണം ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നിങ്ങൾക്ക് അനുഭവ പരിചയം ഉണ്ടാവും. ക്രൂവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് അവരുടെ പണി ചെയ്യാൻ അറിയാവും. അവരും നിങ്ങളുമായി എത്രത്തോളം നല്ല സിംഗിളാണ്, നിങ്ങൾക്കുമായി എത്ര വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ലോ ബഡ്ജറ്റിലൊക്കെ പടം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നെ നിങ്ങളുടെ വേണം. നാലാമതായി, നിങ്ങൾ സിനിമ സംവിധാനം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സംവിധാനത്തെ പറ്റിയിട്ടുള്ള ബേസിക് നോളജ്. ഒരു ഡയറക്ടർ ശരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത് ഓഡിയൻസിൻ്റെ അറ്റൻഷനാണ്. ഇതെങ്ങനെ പഠിക്കാം? ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണുക എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും വർഷമായി സിനിമ കണ്ടു വളർന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി സിനിമ എന്ന് പറയുന്ന ഭാഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും. ഉദാഹരണത്തിന് ഷോർട്ട് ടൈപ്പുകൾ എന്താണ്, എങ്ങനെ എഡിറ്റിംഗ് ചെയ്യുന്നു, എങ്ങനെ അഭിനയിക്കുന്നു, എന്താണ് നല്ല കഥ, ഇതിനെപ്പറ്റിയൊക്കെ ഒരുവിധം ഉള്ള എല്ലാ മനുഷ്യർക്കും ഇത്രയും നാളായി സിനിമ കാണുന്നത് കൊണ്ട് അവരുടെ മനസ്സിൽ ആ ഐഡിയ ഓൾറെഡി ഉണ്ട്.
അതിൽ കൂടുതൽ അറിയാനായി നിങ്ങൾക്ക് ഞാനൊരു ബുക്ക് റെക്കമെൻഡ് ചെയ്യാം. അലക്സാണ്ടർ മെക്കൻട്രിക്കിൻ്റെ ഓൺ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഈ ബുക്ക് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. സിനിമാ സംവിധാനത്തിനുള്ള ഒരുപാട് എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ബേസ് ചെയ്തിട്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ആ ഡോക്യുമെൻ്ററിയുടെ ഉള്ള ഒരു വീഡിയോ പ്ലേലിസ്റ്റ് ഇപ്പോഴും യൂട്യൂബിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതിനെ പറ്റിയിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അക്കീര കുരോസാവ വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള ആ ഫിലിം മേക്കർ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് വർഷം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അസിസ്റ്റൻ്റായിട്ട് ക്യാമറ, കോസ്റ്റ്യൂം, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലെല്ലാത്തിലും അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത് അതിൽ എല്ലാത്തിലും അദ്ദേഹം ഒരു കഴിവുണ്ടാക്കിയെടുത്ത ശേഷം മാത്രമായിരുന്നു അന്ന് കാലത്ത് ഒരു ഡയറക്ടറായിട്ട് ഒരാളെ പ്രൊമോട്ട് ചെയ്യത്തുള്ളായിരുന്നു. സിനിമ ഒരു കലയാണ്, അത് ചെയ്തേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് ചെയ്ത് അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമ്മൾ അതിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ചിലവിൽ എത്രത്തോളം ഐറ്ററേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന സമയത്ത് അന്വേഷിച്ചിരുന്ന ചോദ്യം. മുന്നറിവ് എന്ന് പറയുന്ന 5 ഫോണിൽ ഷൂട്ട് ചെയ്ത സിനിമ ഞങ്ങൾ വേറെ 6 ലക്ഷത്തിനാണ് ആ സിനിമ മൊത്തമായി ചെയ്തത്. ഇതെല്ലാം ചെയ്തതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ദ ഇന്ത്യൻ ഇൻഡി ഫിലിം. ഇതിപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഈ ബുക്ക് നിങ്ങളുടെ സിനിമാ ജീവിതത്തെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഷോർട്ട് ഫിലിം ചെയ്യാനായി സുഹൃത്തുക്കളും അച്ഛനും അമ്മയുമൊക്കെയായി അന്ന് ഞാൻ ആ ഷോർട്ട് ഫിലിം ചെയ്യാനായി അവിടെ നിൽക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് നോക്കി എനിക്കൊന്നും കാണാൻ പറ്റാണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ സൈഡിൽ നിന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിനോടാണ് ഞാൻ അന്ന് കഥ പറയാനായി നറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അല്പം മാറി നിൽക്കും. കുറച്ച് നേരം ഞാനൊന്ന് ശ്വാസമൊക്കെ എടുത്ത് എൻ്റെ തൊണ്ടയൊക്കെ ഒന്ന് നേരെയായി, വരൾച്ചയൊക്കെ ഒന്ന് മാറി, അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നീട് അവിടെ നിന്ന് ഞാൻ കഥ പറയാൻ തുടങ്ങി. അന്ന് ആ പേടിച്ചിരുന്നെങ്കിലും അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ അന്ന് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ആ ഷോർട്ട് ഫിലിം ചെയ്തു, അവിടെ നിന്ന് 10 ഷോർട്ട് ഫിലിംസ് ചെയ്തു, അവിടെ നിന്ന് 2 ഫീച്ചർ ഫിലിംസ് അസിസ്റ്റ് ചെയ്തു, ആഡുകൾ അസിസ്റ്റ് ചെയ്തു, ഒരു ഫീച്ചർ ഫിലിമിന് കേരള സ്റ്റേറ്റ് അവാർഡ് വരെ പോയി. ഞാൻ എൻ്റെ സ്വന്തമായ ഫിലിം ചെയ്തു. ഇപ്പോൾ അടുത്ത ഫിലിമിൻ്റെ എഴുത്ത് നടക്കുന്നു. ഇതിനെല്ലാത്തിനും തുടക്കം ഞാൻ അന്ന് ചെയ്ത ഷോർട്ട് ഫിലിംസുകളാണ്. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുക. എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെക്കൊണ്ടും ചെയ്യാൻ പറ്റും. ഒരു സിനിമാ സംവിധായകനാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ സിനിമ ചെയ്യാൻ പോകാൻ നേരം നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും കോമൺ ആയ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭാഷണ രംഗമാണ്. 2 പേർ സംസാരിക്കണം. അതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ. അത് കാണാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. സിനിമയും സിനിമയുടെ പുറകിലുള്ള കഥകളും അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ വീഡിയോയിൽ കാണാം.